नमस्कार, कैसे हैं? नमस्कार। कैसे हैं? ठीक है। अच्छा, मैं आपका केरल में आके आपका जो केरल का बहुत सा वीडियो बनाता हूँ, जो कि बहुत आदमी लोग देखते हैं वीडियो। मैं आपसे कुछ पूछना चाहता हूँ। ये जो अभी अमृता अम्मा के ये जगह में कुट्टीपालम में जो प्रोग्राम हो उसको क्या बोलते हैं, थोड़ा आप लोग बताइए। क्योंकि हमारा जो अदर स्टेट का आदमी देखे वो तो बस देख के समझेगा, लेकिन यहाँ केरल का आदमी जो है वो लोग देख के समझेगा क्या हो रहा है। एनीवे, अब बताइए मलयालम में क्या है। एक मिनट गाइस, तो आप लोग को मैं बता दूँ आप लोग कहाँ से देख रहे हैं मेरा वीडियो। आप इस वीडियो को लाइक शेयर कमेंट जरूर सबसे करें, क्योंकि मैं आपके लिए वीडियो तैयार करूँ। कहाँ से देख रहे हैं पता नहीं, आप यहाँ के देख नहीं सकते, तो हमारे इस वीडियो के माध्यम से आप कहीं से भी देख सकते हैं। इसमें कभी भी रहेगा, इसमें जो है थोड़ा सा भजन रहेगा, थोड़ा सा प्रवासन रहेगा, जो कीर्तन कथा होता है वो होगा, और थोड़ा जो खाना पीना का वो सब वीडियो रहेगा। बहुत ज़्यादा नहीं रहेगा, बस थोड़ा, लेकिन आप लोग देखिए और फिर एनी भाई इंजॉय लीजिए। फिर मैं आपको पूछता हूँ, सर बताइए थोड़ा क्या हो गया। കുറ്റിപ്പാലം മാതാ അമൃതാനന്ദമയി മഠത്തിൻ്റെ 4ാമത്തെ വാർഷികം അനുബന്ധിച്ച് അവിടെ നടത്തുന്ന പൊങ്കാല മഹോത്സവത്തിൻ്റെ കാലത്തെ പരിപാടികൾ കാലത്ത് തന്നെ ഗണപതി ഹോമം തുടങ്ങി. അവിടെ നിന്ന് അതിനുശേഷം ഭക്തപൂജകളും ഭക്തിപൂജകളും അതിൻ്റെ പ്രധാന വഴിപാടുകളും എല്ലാം നടത്തി കഴിഞ്ഞതിന് ശേഷം കാലത്ത് എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കിയിരുന്നു. വിപുലമായ ഒരു ബ്രേക്ക്ഫാസ്റ്റ് അതിന് കൊടുത്തതിന് ശേഷം എല്ലാവരും പൊങ്കാല മഹോത്സവത്തിന് വേണ്ടി എല്ലാവരും തയ്യാറായി. പൊങ്കാല മഹോത്സവത്തിൽ ആയിരക്കണക്കിന് ആൾക്കാരാണ് അവിടെ കൂടി ഉണ്ടായിരുന്നത്. വളരെ നല്ല ഭക്തി സാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിലുള്ള ഒരു ഈ പൊങ്കാല മഹോത്സവം കണ്ട് എല്ലാവർക്കും മനസ്സ് നിറഞ്ഞു. എല്ലാവർക്കും അഗൈതവമായ നന്ദി രേഖപ്പെടുത്തുവാൻ ഈ സമയം उद्देश्य हो। देख पाता हूँ आपको, ये जो पूजा हो रहा है बहुत शुद्ध मन से किया जाता है, बहुत शुद्ध मन से, और शुद्ध मन से करने से आप जो काम कर लीजिए। बताइए, छोटा सा बर्तन में, छोटा सा चूल्हा में बहुत जल्दी से खीर बहुत अच्छा से बना, और इतना अच्छा बना है पूछिए मत। भगवान का नाम से बना, उसमें किसी का खाना खराब, किसी खराब था, लेकिन वो जो पायसम बना ना सबका एक जैसा होता, किसी का उल्टा पुल्टा नहीं, सीधा था, बहुत अच्छा टेस्ट बना था, बहुत। इसलिए कहते हैं भगवान का नाम से कुछ भी कीजिए, काम खराब भी है तो अच्छा हो जाएगा। एनीवे, बाकी देखिए, और इस वीडियो में आप देख सकते हैं, यहाँ मेरे पीछे देख रहे हैं, यहाँ पर जो वीडियो चल रहा है, इस वीडियो में से आपको थोड़ा सा गाना और ये लोग का थोड़ा सा जो बात करते हैं वो लोग का ये सब रहेगा। एनीवे, अब देखिए बाकी क्या कहूँ। फिर अगर वीडियो आपको अच्छा लगे तो लाइक शेयर कमेंट करना ना भूलें, और जो नया आदमी देख रहे हैं वो ज़रूर सब्सक्राइब करिए। ओके, थैंक यू। बस शुरू करते हैं, आप इंजॉय कीजिए।
ശ്രീകോവിലേക്ക് നോക്കിയിരിക്കാം. കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ട് നമുക്ക് പൊങ്കാല സമർപ്പിക്കാം. ഇല്ലെങ്കിൽ വലന്റീൻസിനോട് പറവൽ അവതരിപ്പിച്ചു തരുന്നതാണ്. यहाँ हर जगह चूल्हा जला हुआ है, कम से कम मुझे लगता है हज़ारों का संख्या में चूल्हा जल रहे हैं। यहाँ से वहाँ तक देख रहे हैं, नज़र दूर तक आ रहे हैं। उसके बाद इसमें जो है सब बना कर फिर इसमें ശുദ്ധമായ മനസ്സോടുകൂടി ഇത് വരുന്ന പൊങ്കാല പൊങ്ങി വരുന്ന പ്രധാനമായുള്ള ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇതുപോലെ സകല അടുപ്പുകളിലെയും പൊങ്കാല പൊങ്ങി വരുന്നതാണ്. ഇവിടെ വെച്ച് നിവേദിക്കുന്ന ഈ പായസപ്രധാനം വളരെ വിശിഷ്ടമായതും ഭഗവതിക്ക് അനുഗ്രഹീതമായതുമായിരിക്കുന്നു. പൊങ്കാല മഹോത്സവത്തിനോടനുബന്ധിച്ച് കുറ്റിപ്പാലം മാതാ അമൃതാനന്ദമയി മഠം നടത്തുന്ന ഈ പൊങ്കാല നിറഞ്ഞു നിൽക്കുന്ന ഈ പാത്രങ്ങളിലേക്ക് അഗ്നി പകർന്നുകൊണ്ട് അരി വേവിക്കുന്നതും അതിൻ്റേതായുള്ള എല്ലാ ചടങ്ങുകളും പ്രത്യേകമായി ഭക്തജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും കടമ. വ്രതശുദ്ധിയോടുകൂടി മനസ്സും ശരീരവും ശുദ്ധമായി വെച്ചുകൊണ്ട് എല്ലാവരും നടത്തുന്ന വളരെ എല്ലാ നെയ്യ്, ശർക്കരം, അരി എന്ന എല്ലാ വിശിഷ്ട വസ്തുക്കളും ചേർത്ത് തയ്യാറാക്കുന്ന പൊങ്കാല ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. നല്ല കുറ്റിപ്പാലം മാതാ അമൃതാനന്ദമയി നടത്തുന്ന പൊങ്കാല മഹോത്സവത്തോടനുബന്ധിച്ച് ഇവിടുത്തെ പൊങ്കാല നിവേദ്യത്തിലെ എല്ലാ പ്രധാനമായുള്ള വിഭവങ്ങളും ചേർത്ത് കഴിഞ്ഞ് പൊങ്കാല നിറഞ്ഞു തുളുമ്പുന്ന ആ ഒരു അസുലഭ സമയം തന്നെയാണ് നമ്മൾ ഇപ്പോൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. പൊങ്കാല മഹോത്സവത്തിൻ്റെ പ്രധാനമായ, അതായത് വിശിഷ്ടമായ ഇവിടെ നടക്കുന്ന ഈ പുണ്യതീർത്ഥം തളിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളേവരും കണ്ടുകൊണ്ടിരിക്കുന്നത്. പരിപാവനമായ ഈ ഏറ്റവും പ്രധാനമായുള്ള ഒരു ചടങ്ങ് ആയിരക്കണക്കിനായി വന്നുകൂടിയിരിക്കുന്ന എല്ലാ ക്ഷേത്ര ജനങ്ങൾക്കും ദൈവവിശ്വാസം നിറഞ്ഞു തുളുമ്പുന്ന ഈ സ്ഥലത്തെ പൊങ്കാല മഹോത്സവത്തിൻ്റെ ഭക്തിപൂർണമായ അന്തരീക്ഷത്തിൽ നടത്തുന്ന ഈ കുറ്റിപ്പാലയുടെ പൂജ നടത്തുന്നതും പൊങ്കാലയിലേക്ക് എല്ലാവർക്കും പൂ സമർപ്പണം നടത്തുന്നതും ഇതിൻ്റെ പൊങ്കാല മഹോത്സവത്തിൻ്റെ പ്രസിദ്ധമായും വളരെ ശ്രദ്ധേയവുമായ ഭക്തിപൂർണമായ ഈ അന്തരീക്ഷത്തിൽ അമ്മ നടത്തുന്ന ഈ പുണ്യാഹം തളിക്കലും അതുപോലെ ये तो अमृतानंदमयी मठ में पोंगाला ये तो 4 साल से अभी चल रही है, तो बहुत शांति, समाधान और बच्चा। आपका नंबर बोल दीजिए। मेरा नंबर 9747145119 सजित कुमार। ये तो मेरा माम है। अच्छा, माम जो बैठे हैं, माम को घुटना का जो दर्द है जी, इसलिए बैठे हुए हैं कुर्सी लेकर। हाँ, माम का दूसरा बैर मौसी। अच्छा, ठीक, नमस्कार।
അവിശ്വാസിയും പഠിച്ചു നോക്കിയാൽ നമ്മൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന ദുഃഖങ്ങൾ ശരിക്കും പറഞ്ഞാലുള്ളത് ഒരു 20% ഉണ്ടാകുള്ളൂ. നിങ്ങൾ എത്ര തീവ്രമായ ദുഃഖം അനുഭവിക്കുന്നവരായിക്കൊള്ളട്ടെ, ശാരീരികമായ അവസ്ഥകളുണ്ടാകും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന യഥാർത്ഥ ദുഃഖം എന്ന് പറയുന്നത് കേവലം 20% മാത്രമാണ്. ബാക്കി 80% ദുഃഖം എന്ന് പറയുന്നത് ഇതുകൊണ്ടൊന്നുള്ള ദുഃഖമല്ല. നമ്മൾ ആദ്യങ്ങൾ നടന്നാൽ അന്ന് തീരുമാനിച്ച കാര്യങ്ങൾ എങ്ങനെ നടക്കും, അല്ലെങ്കിൽ അവരോട് കാര്യത്തിൽ സമാധാനം പറയും, അവരിലേക്ക് പോകാൻ കഴിയും. ഇങ്ങനെ നമ്മൾ ചിന്തിച്ചു കൂട്ടുന്ന ദുഃഖങ്ങൾ ആലോചിച്ച് നോക്കും. നമ്മളെ ഏറ്റവും അധികം ദുഃഖിപ്പിക്കുന്നത് നമ്മൾ അനുഭവിക്കുന്ന ദുഃഖമാണോ, നമ്മൾ ചിന്തിച്ചു കൂട്ടുന്ന ദുഃഖമാണോ? ആലോചിച്ച് നോക്കും. ഒരാൾ 10 ലക്ഷം രൂപ കടം വാങ്ങി. കടം കൊടുത്ത ആൾ പല ആവർത്തി ചോദിക്കുന്നുണ്ട്, പറയുന്നത് തരാം, ഞാൻ ആ ലോണിന് അപേക്ഷിച്ചിട്ടുണ്ട്, അത് കിട്ടുമ്പോൾ തരാം. ആൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പ്രോഗ്രാമിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, അത് കിട്ടിയില്ല തരാം. ഇങ്ങനെ കടം പറഞ്ഞ് 1 വർഷം 2 വർഷം 3 വർഷം വരെ നീട്ടിക്കൊണ്ടു പോകുന്ന ആൾക്കാർ, കൊടുക്കാൻ കഴിയാത്തതിന്റെ പേരിൽ നാട് വിട്ടു പോകുന്ന ആൾക്കാരില്ലേ? കാരണം എങ്ങനെ നമ്മളെ മുഖത്ത് നോക്കും. അപ്പോൾ അത് ചിന്തിച്ചു കൂട്ടുന്ന ആലോചിച്ചു. നമ്മുടെ പല ദുഃഖങ്ങളും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ ദുഃഖങ്ങളിൽ പലതും നമ്മൾ അനുഭവിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ ചിന്തിച്ചു കൂട്ടി നമ്മൾ അനുഭവിക്കുന്ന ദുഃഖങ്ങളാണ്. പക്ഷെ ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അവൻ തന്നെ പരിപൂർണമായിട്ടും ഭഗവാനെ സമർപ്പിച്ചിട്ടുള്ളത് കൊണ്ട് ഭഗവാൻ എങ്ങനെ നയിക്കുന്നോ അതേ രീതിയിൽ മുന്നോട്ട് പോകുന്നു. അവിടെ യാതൊരു ഭാരവുമില്ല. അമ്മ പറയും, വാഹനത്തിൽ കയറി കഴിഞ്ഞാൽ പിന്നെ തലയിരിക്കുന്ന ചുമട്, അയ്യോ വണ്ടി ഇറക്കി വെച്ചാൽ വണ്ടി ആ ഭാരം ചുമക്കണ്ടേ എന്ന് വിചാരിച്ച് നമ്മൾ തലയിലേക്ക് അറിയുക. ആ ഭാരം ഇറക്കി നമ്മൾ വണ്ടിയിലേക്ക്. അതുപോലെ നമ്മൾ ഒരു ദിവസം ഭഗവാന്റെ ഭക്തനാണ് അല്ലെങ്കിൽ ഭക്തയാണ് എന്ന് നമ്മൾ ഒരു നിമിഷമെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ സർവ്വഭാരങ്ങളും അവിടുത്തെ പാദങ്ങളിലേക്ക് സമർപ്പിക്കുക. സമർപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഓരോ കർമ്മത്തെയും അവിടുത്തെ പൂജയായി കണ്ടുകൊണ്ട് എങ്ങനെയാണോ ഇന്നുള്ള പങ്കാളിത്തത്, നമ്മളൊരു എല്ലിന്റെ കഷ്ടമെടുത്ത് ഒരു നായയുടെ മുന്നിലേക്ക് എറിഞ്ഞിട്ട് കൊടുത്താൽ എന്താ സംഭവിക്കും? നായ ഉടനെ അത് കടിച്ചെടുത്തുകൊണ്ട് പോകും, ഇല്ലേ? അത് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കില്ല, തെക്കും നടക്കും നോക്കില്ല, ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കൊടുത്ത ആളെ പോലും നോക്കില്ല. ആ എല്ലിനെ കാണിച്ചു കഴിഞ്ഞാൽ അവരുടെ നോട്ടം വലിയ കഷ്ടത്തിലായിരിക്കും, അത് കഴിച്ചെടുത്തുകൊണ്ട് അവർ കൊടുക്കും. അതേസമയം സിംഹം അവിടെ കിടക്കുന്നു. അതിന്റെ മുന്നിൽ പോയിട്ട് നിങ്ങൾ ഒരു കഷ്ണം എല്ലിൻ കഷ്ണം എടുത്തിട്ട് അതിന്റെ മുന്നിലേക്ക് എത്തി കൊടുത്താൽ സിംഹത്തിന്റെ നോട്ടം എല്ലിൻ കഷ്ണത്തിലേക്കായിരിക്കുമോ അതോ എല്ലിന് ആളുകൾക്കായിരിക്കും? ആ സിംഹം നോക്കുന്നത് എല്ലിന്റെ കഷ്ണത്തിലേക്കായിരിക്കില്ല, ആ എല്ലിന് കൊടുത്ത ആളുടെ കണക്കായിരിക്കും. ഒരു ഭക്തയിൽ തന്നെയാണ്. ഒരു സാധാരണ വ്യക്തി അവന്റെ ജീവിതത്തിൽ ദുഃഖം ഉണ്ടാകുന്ന സമയത്ത് അവന്റെ നോട്ടം ആ ദുഃഖത്തിൽ മാത്രമായിരിക്കും. ആ ദുഃഖം കൊണ്ടുണ്ടാകാവുന്ന ഭവിഷ്യത്തുകളെ കുറിച്ചും അതിനെ ആലോചിച്ച് മറ്റോ നാട്ടുകാരെന്ന് പറയുന്നതിനെ കുറിച്ചും വീട്ടുകാർ അത് മാത്രം നമ്മളെ ആലോചിച്ച് കൂട്ടി നമ്മുടെ വീടിന് വെളിയിലല്ലാതെ കഥകടച്ച് അവരെ കാണാതെ അങ്ങനെ വിഷമിച്ച് നേരിട്ട് നമ്മുടെ വീട്ടിലിരിക്കും. പക്ഷെ ഒരു ഭക്തൻ എന്തായാലും ചിന്തിക്കുക, ഭക്തൻ നോട്ടം ആ
വേണ്ടി നിന്ന അവർക്കും ഇതിൽ പങ്കെടുത്ത് അത് പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനുള്ള ഒരു ക്ലാസ് ഉണ്ടാകും. മുൻപ് ഇതുപോലെ തന്നെ ഗവൺമെന്റുകൾ നടത്തുന്നത് പോലെയുള്ള ക്ലാസ്സല്ല. കാരണം നമ്മളൊരു വ്യവസായം തുടങ്ങി കഴിഞ്ഞാൽ അത് പിന്നീട് അത് നിന്ന് പോകില്ല. കാരണം ഇതിൽ പിന്നീട് അവർക്ക് നമ്മൾ ബന്ധപ്പെട്ട് അതിൻ്റെ പുരോഗതി വിലയിരുത്തി അതിൻ്റെ പാകപ്പിഴവ് എന്താണെന്ന് വെച്ചാൽ പരിഹരിക്കാവുന്നതാണ്. അത് എപ്പോഴും ആ സംരംഭം മുന്നോട്ട് കൊണ്ടുപോകണം. ഗവൺമെൻറ് സമയം നമ്മൾ ഉണ്ടാവുന്നതാണ്. बात करेगा और